ഫൈസാനിതാ മേലേലോട്ട് നടക്കുന്നുണ്ട്. ഫൈസാനെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വൈത്തിരി പാർക്കിലാണ്. അപ്പോൾ നമ്മളെ എൻട്രൻസിലാണുള്ളത്, ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ, അതിൻ്റെ പുറത്ത് തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മളിവിടുത്തെ പാർക്കിൻ്റെ മാനേജർ. അപ്പോൾ ഇവിടെ എത്ര നിലവിൽ 40+ ആക്ടിവിറ്റീസ് ഉണ്ട്, 40+ ആക്ടിവിറ്റീസ് ഉണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഏത് പ്രായക്കാർക്കും പറ്റും. അതായത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ അതിൻ്റെ പ്രായം എൻജോയ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ നല്ല സീസണാണ്, അത്യാവശ്യം തിരക്കുണ്ട്. എന്നാലും അതിൻ്റെ തിരക്ക് ഫീൽ ചെയ്യില്ല, കാരണം നമുക്ക് അത്രയും വൈഡായിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ അമ്യൂസ്മെൻറ്റ് സെക്ഷനിൽ 7 ഏക്കറിലാണ് ഇത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കണ്ട് കാര്യം കാണുമല്ല. ഓക്കെ താങ്ക് യു. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. മേലെ റൈഡ്സുകൾ ഇതാണ്. ഫാത്തിമയെ ഫൈസാൻ ഫസ്റ്റ് തന്നെ അവർ ചിങ്സ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അവരെ ധൈര്യം ഒന്ന് നോക്കാമല്ലോ. ഒന്നും പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടാ കാര്യം. പേടിയൊന്നും ഇല്ലാലും ഫൈസാനെ അന്നൂസിനെ കാര്യം തട്ടെ. എന്താ തലയിട്ടു? എനിക്ക് തലയില്ലു. എല്ലാത്തിലും ധൈര്യം കാണുന്നുണ്ട്. കണ്ടറിയാം. ഫൈസാനൊക്കെ മറ്റേ ആദ്യത്തെ കാര്യത്തെ ബുദ്ധി പറയും. എൻട്രൻസിന്റെ നേരെ മേലെ തന്നെയാണ് ഇത്. ഇവിടെ തന്നെ 7 ആക്ടിവിറ്റീസുകളുണ്ട്. ഇതിലെല്ലാം നല്ല രസമുള്ള ആക്ടിവിറ്റീസാണ്. ഇവിടെ ഇതിൻ്റെ മേലെ തന്നെ നിൽക്കുമ്പോഴുള്ള വൈബ് വേറെ തന്നെ ഒരു ലെവലാണ്. അടിപൊളിയാണ്. ഇവിടെ നിന്നിട്ട് നടക്കുന്നതെല്ലാം നോക്ക്, അയിമെല്ലാം കയറാൻ പറ്റും. ഫാത്തിമാക്ക് പേടിയും ഉണ്ട്. അപ്പൊ ഫാത്തിമ 3ാമത്തേൽ കയറിയിട്ടുണ്ട്. ഫാത്തിമ എല്ലാത്തിലും കയറുന്നുണ്ട്. ഫൈസാനക്ക് എല്ലാം ശരിയാകുന്നില്ല, തലയിട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫൈസാന്. അതേപോലെ അന്നൂസും അല്ലേ, അന്നൂസിനും പേടിയല്ലേ ഫാത്തിമ. ഏറ്റവും പേടിയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഊഞ്ഞാൽ പോലത്തെ ഇതാണ്. ഇത് ഏറ്റവും മേലെ കൊണ്ടുപോയിട്ട് അങ്ങനെ തന്നെ ഒരൊറ്റ വീടലായിരുന്നു. അപ്പോൾ ഇത് കണ്ടേരെ എനിക്ക് നല്ല പേടിയായി അതിന്. അപ്പോൾ ഫൈസാനും ഫാത്തിമയിലും ഇതിൽ കയറേണ്ടിയിട്ട് കുറേ കളിച്ചിരുന്നു. ഞാൻ പക്ഷേ വിട്ടിട്ടില്ല അവരെ കാറ്റാൻ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പേടിയാകുന്നുണ്ട്. പക്ഷെ നല്ല കയറുന്ന ആൾക്കെല്ലാം നല്ല എൻജോയ്മെൻറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫാത്തിമനെയൊന്നും കയറാൻ വിട്ടിട്ടില്ല ഇതിൽ. അന്വേഷിച്ചിട്ട് ഇതും പേടി തന്നെ. ഇതെന്തിനാ പേടിക്കുന്നേ? അപ്പോൾ അന്നോസ് ഇതിലെല്ലാം കാര്യം നല്ല കരച്ചിലേനു. പിന്നെ ഫാത്തിമ പിന്നെ ഒന്നും പ്രശ്നമില്ല, അവളെല്ലാത്തിലും നല്ല കൂളായിട്ട് കയറിയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കയറിയത് ഈ സൈക്കിൾ റൈഡ് പോലത്തെ ഇതേനു. നല്ല രസമായിരുന്നു ഇതിലെല്ലാം കയറിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനെല്ലാം. പേടിയും ആവും, നല്ല ഹൈറ്റിൽ പോകുന്ന കാണുമ്പോൾ ഒരു പേടിയും ഉണ്ട്. പക്ഷെങ്കിൽ കാര്യാൽ നല്ല എൻജോയ്മെൻറ്റാണ്, നല്ല രസമുണ്ടായിന് ഇതിലെല്ലാം കയറിയിട്ട് പോകാനല്ലോ. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ മുതിർന്നവർക്കും കുട്ടികൾക്കെല്ലാം ഒരുപോലെ ആസ്വദിക്കാനും എൻജോയ്മെൻറ്റ് ചെയ്യാനെല്ലാം പറ്റിയ ഒരു ഇടം തന്നെയാണ് ഇത്. എല്ലാവരും നല്ലോണം അടിച്ചു പൊളിച്ചിട്ടാണ് ഇവിടുന്ന് ഇതായിട്ട് പോകുന്നത് കണ്ടത്. എല്ലാം നല്ല രസമുള്ള റൈഡ്സും കാര്യങ്ങളെല്ലേനും. പിന്നെ അടുത്തതായിട്ട് ഫൈസാനും ഫാത്തിമയും കയറി റൈഡ് ഇതായിരുന്നു. ഇത് നല്ല രസമുള്ള ഒരു റൈഡ് തന്നെയായിരുന്നു. ഇത് ഇങ്ങനെ കയറി മേലേലോട്ട് കയറി ഇറങ്ങിയിട്ട് വരുന്ന ഒരു റൈഡായിരുന്നു. അപ്പോൾ ഫാത്തിമ ഫസ്റ്റ് കയറി, അതിൻ്റെ കുറച്ച് പിറകിലായിട്ട് തന്നെയാണ് ഫൈസാൻ കയറിയത്. ഒരു നമുക്ക് താഴെന്ന് കാണുമ്പോൾ നല്ലൊരു പേടിയുണ്ടായിരുന്നു, ഇതെങ്ങനെ ഇവർ കയറിയിട്ട് പോകാൻ പറ്റുമോ എന്നുള്ള. പക്ഷേങ്കിൽ ഇവർ നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് കയറിയിട്ടെല്ലാം പോയത്.
പിന്നെ അതിനനുസരിച്ച് ഇവർക്ക് നല്ല സെക്യൂരിറ്റി ഉണ്ട്, നല്ല ബെൽറ്റെല്ലാം ഇട്ടിട്ട് മേലെ കുടുക്കിയിട്ടെല്ലാം അതുകൊണ്ട് അങ്ങനെ പേടിയൊന്നും ഇല്ല അവർക്ക് കയറി പോകാനെല്ലാം. പിന്നെ അടുത്തതായിട്ട് ഫൈസാനും ഫാത്തിമയും കയറിയതാണ് സിപ്പ് ലൈനാണ്. സിപ്പ് ലൈനും അവർ നല്ലോണം എൻജോയ് ചെയ്തിന്, എല്ലാം നല്ല രസമുണ്ടതിനും കയറാനും എല്ലാം ഉണ്ട്. ഫാത്തിമ 2 പ്രാവശ്യമായിട്ടും കയറിയിട്ടുണ്ട് ഇതിലെല്ലാം. അപ്പോൾ അവരെല്ലാം നല്ലോണം അടിച്ച് പൊളിച്ചിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഇതിലെല്ലാം കയറിയത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പൈസ കൊടുത്ത് കയറിയാൽ നമുക്ക് ഏത് റൈഡിൽ ഇഷ്ടപ്പെട്ട റൈഡിൽ എത്ര പ്രാവശ്യം കയറിയിട്ട് എൻജോയ് ചെയ്യാന്നുള്ളതാണ്. ഫാത്തിമയെല്ലാം ഇതിലെല്ലാം എനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യത്തിൻ്റെ മേലെയെല്ലാം കയറിയിട്ടുണ്ട് ഓരോന്നിലും അവർക്ക് ഇഷ്ടപ്പെട്ടതിലെല്ലാം. പിന്നെ അടുത്തതായിട്ട് കയറിയത് ഫാത്തിമ ഇതിലേനു. ഇത് ഭയങ്കര രസമുള്ളൊരു കളി തന്നെയായിരുന്നു. ഇത് ഇങ്ങനെ ഇതിന്മേൽ കയറിയിട്ട് ഒരു കയറ് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കലാണ്. അപ്പോൾ അതിങ്ങനെ ഇളക്കി നമ്മളെ തെറിപ്പിച്ച് കളിയാ. അപ്പോൾ ഫാത്തിമയും വീണിന് ഞാനും കുറച്ച് നേരം ഇരുന്ന് നോക്കി. പിന്നെ അപ്പാടെ അത് ഇളക്കി അപ്പാടെ തെറിപ്പിച്ച് കളി നമ്മളെ. പിന്നെ അടുത്തതായിട്ട് ഫാത്തിമ കയറിയത് ഇതാണ്. ഇത് നല്ല രസമുണ്ടായിന്. ഇങ്ങനെ കയറി മേലോട്ടേക്ക് പോയിട്ട് മേലെ നിന്ന് അപ്പാടിങ്ങ് തുള്ളലാണ്. ഇതും നല്ല രസമുണ്ടായിന് കയറി പോകാനെല്ലാം നല്ല രസമുണ്ടായിരുന്നു എന്നാണ് ഫാത്തിമ പറഞ്ഞ്. അപ്പോൾ താഴോട്ടേക്ക് ഇങ്ങനെ അപ്പാട് തുള്ളിയിട്ട് വരത്താണ്. ഇതെല്ലാം നല്ല രസമുള്ള കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്ന ഓരോ റൈഡുകളായിരുന്നു ഇതെല്ലാം. പിന്നെ എനിക്ക് തോന്നുന്നു അന്നൂസ കുറച്ച് കളിച്ചത് ഈ റൈഡിൽ നിന്നായിട്ടാണ്, കുറച്ച് പേടിയില്ലാണ്ട് കളിച്ചത്. പിന്നെ ഈ വെള്ളത്തൊന്നും കുറച്ച് ഇതായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ളത് ഇവിടെ തന്നെ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് കയറിയിട്ടുള്ള. അപ്പോൾ ഇവരെല്ലാം ബിരിയാണി വാങ്ങിയ, ഞാൻ സാദാ ചോറ്. അന്നൂസേ ചോറിക്കണ്ടേ? അപ്പോൾ സാദാ ചോറായിക്കോട്ടെ. നല്ല എല്ലാ തരം കറികളും ഉണ്ട്. നമ്മളെ നാട്ടിലെ ചോറ് പോലെ തന്നെ തിന്നുന്ന പോലെ ഉണ്ട്. രസവും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം നല്ല അടിപൊളി. റെസ്റ്റോറൻറ്റ് ഉണ്ട്, 2 റെസ്റ്റോറൻറ്റ്, 3 കോഫി ഷോപ്പ്, ബാങ്കറ്റ് ഹാള്, എല്ലാ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അത്ര നല്ല തിരക്കില്ല, അതുകൊണ്ട് നമുക്ക് ഒരു 4-5 ഐറ്റംസ് എടുക്കുന്നുണ്ട്. അല്ലാതെ സാറിന് നമുക്ക് എല്ലാ കാറ്റായിട്ടൊക്കെ നല്ലതുണ്ട്. അപ്പം കൂടുതൽ കുട്ടികൾ ഈ ടൂറ് പോലെ ആയിട്ടുള്ള തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു തിരക്കുള്ള സമയത്ത് എടുത്തില്ല. ജനുവരി ഫസ്റ്റ് വീക്ക് മുതൽ കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾ, കോളേജ് ഗ്രൂപ്പ്, മറ്റേ കുടുംബശ്രീ, അങ്ങനെ എല്ലാവരും ഒരുപാട് ബുക്കിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു പാക്കേജാണ് നല്ല സിമ്പിൾ പാക്കേജാണ്. അത് LP, UP, ഹൈസ്കൂൾ നമ്മൾ നിങ്ങളുടെ നമ്പറും കാര്യങ്ങളും കൊടുക്കും നമ്മൾ ഇതിൽ. തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഡിസ്കൗണ്ടും കാര്യങ്ങളും അവർക്ക് 450 രൂപയ്ക്ക് സിമ്പിളായിട്ട് LP പിള്ളേർക്ക് വരാം. അതിൽ ബിരിയാണി, ഐസ്ക്രീം ഒക്കെ ഉണ്ടാവും. 500 രൂപയ്ക്ക് വലിയ കുട്ടികളെ UP പിള്ളേർക്ക് വരാം. അവർക്ക് ബിരിയാണി, ഐസ്ക്രീം ഉണ്ടാവും. അതുപോലെ കോളേജ് ഗ്രൂപ്പ് എല്ലാവരും സ്പെഷ്യൽ റേറ്റ് ഉണ്ടാവും. നമ്മൾ നിങ്ങളെ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ നിങ്ങളെ നല്ല സർവീസും കാര്യങ്ങളും എല്ലാം നിങ്ങളെ സ്റ്റാഫുകളുണ്ട്. നമ്മളെല്ലാം ട്രെയിനിങ് എല്ലാം കുട്ടികൾക്കെല്ലാം നല്ല ഇത് കിട്ടുന്നുണ്ടാവും. നമ്മൾ ഇനിയും റൈഡുകൾ വരുന്നുണ്ട്. നമ്മൾ ഒരു റേറ്റിൽ തന്നെ നമ്മൾ ഇനിയും റൈഡുകൾ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 40+ ആക്ടിവിറ്റീസ് ഉണ്ട്. നല്ല കുട്ടികൾക്കെല്ലാം നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തന്നെയാണ്. എനിക്കിപ്പോൾ അടുത്ത് പോയാൽ നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു സേഫ്റ്റി, നമ്മൾ സേഫ്റ്റിയിൽ ഒരു കോംപ്രമൈസ് അല്ല. സേഫ്റ്റി കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹൈജീൻ കണ്ടില്ലേ നിങ്ങളെല്ലാം നല്ല വെള്ളവും എല്ലാം നല്ല നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പിന്നെയും കാണാം. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ പേര് സാജി. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഉച്ചവരെയുള്ള ഭാഗങ്ങളെ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നമ്മൾ സെക്കൻഡ് പാർട്ട് ഇടുന്നതാണ്. ഇനിയും ഒരുപാട് റൈഡ്സും കാര്യങ്ങളും പൂളിലുള്ള ഇതെല്ലാം കാണിക്കാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.